റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പരാതിക്കാരിക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസാന അവസരമാണ് ഇന്ന്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആര് തെളിവായി കൊണ്ടുവന്നാലും സ്വീകരിക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോടതി വേടൻ അനുകൂലമെന്ന് തോന്നിപ്പിക്കുന്ന ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഈ യുവതിയുടെ അഭിഭാഷക കൊണ്ടുവന്ന ചില തെളിവുകളെ ചോദ്യം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇന്ന് എന്തായിരിക്കാം കോടതിയിൽ നടക്കുക? ക്രിസ്റ്റിന, കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഊന്നി, വേടനെതിരെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഊന്നിയായിരുന്നു അഭിഭാഷകയുടെ പരാതിക്കാരിയുടെ വാദം. ഇതിനെയാണ് കോടതി ചോദ്യം ചെയ്തത്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എങ്ങനെയാണ് കോടതിക്ക് പരിഗണിക്കാനാകുക എന്ന് കോടതി ചോദിച്ചു. അപ്പോൾ അഭിഭാഷക വ്യക്തമാക്കിയത്, ഇതിനു മുൻപ് ചില കേസുകളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. ഏത് പോസ്റ്റ് ഏത് കോടതി എന്ന് ചോദിച്ചു, എപ്പോൾ ഹാജരാക്കാനാകുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ബുധനാഴ്ച സമയം ആവശ്യപ്പെട്ടത്. പക്ഷേ തിങ്കളാഴ്ച വരെ സമയം അനുവദിക്കാനാകുമെന്ന് കോടതി പറഞ്ഞു. ഈ ഹർജി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാവില്ല, പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് പരമാവധി തെളിവുകൾ ഹാജരാക്കാൻ ഒരവസാന അവസരമായി പരാതിക്കാരിക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ കോടതി സ്വീകരിച്ചൊരു നിലപാട് വേടൻ അനുകൂലമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അതെങ്ങനെയാണ് പീഡനമാകുക അല്ലെങ്കിൽ റേപ്പാകുക എന്ന് കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. നിലവിൽ ഇന്ന് രാവിലെ തന്നെ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും വേടന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം ഉണ്ടാകുന്നവരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. 2021-23 കാലയളവിൽ തന്നെ പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ യുവതി നൽകിയ പരാതിയിൽ കേസെടുത്തത്. അതോടൊപ്പം തന്നെ വേടനെതിരെ മറ്റ് 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഒരു പരാതി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്. ക്രിസ്റ്റീന. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.